പരകായ പ്രവേശം ടാസ്ക് അർജുനും ജാസ്മിനും കൊണ്ടുപോയി എന്ന് പറയാം. എന്റെ പൊന്നെ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല രണ്ടുപേരും. ജാസ്മിൻ സിജോ ആയിട്ട് ജീവിക്കുമായിരുന്നു. സിജോന്റെ സംസാരവും നടപ്പും ഇരിപ്പും നിപ്പും ചിരിയും ഒക്കെ അതേപോലെ തന്നെ. ജാസ്മിൻ ഒരാളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് അയാളെ പെർഫെക്റ്റ് ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതേപോലെ തന്നെയാണ് അർജുൻ മുന്നേ ഒരു ടാസ്കിൽ ജാൻമണീനെ അവതരിപ്പിച്ചത് കണ്ടിട്ടാണ് ഇപ്പൊ ഇതേപോലെ ഒരു ടാസ്ക് വന്നപ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിക്കുന്നത് അർജുൻ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുള്ളത്. അതേപോലെ തന്നെ അർജുനും നല്ല രീതിയിൽ തന്നെ നോറേനെ അവതരിപ്പിച്ചിട്ടുണ്ട്. നോറ എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാനും മാത്രം പിന്നെ കണ്ടന്റ് ഉള്ള ഒരു ക്യാരക്ടറാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ടാസ്ക് കണ്ടപ്പം ഇവരൊക്കെ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് എനിക്ക് തോന്നി. കാരണം അഭിഷേകായിട്ട് നിൽക്കുന്നതിൽ നന്നായിട്ട് ഋഷിയായിട്ട് നിന്നപ്പോഴത്തേക്കിനും പിന്നെ അവിടെ പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇതില് കുറച്ച് മാറി നിന്നെന്ന് പറയാനായിട്ട് ജിൻഡോ മാത്രമേ ഉള്ളൂ. ജിൻഡോ ജാസ്മിനായിട്ട് അവതരിപ്പിക്കാനായിട്ടാണ് കിട്ടിയത്. പക്ഷെ ജിൻഡോ അത് ശ്രമിച്ചു, വേണ്ട വിധത്തിൽ ശ്രമിച്ചു എന്നുള്ളത് എനിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നുന്നു ജിൻഡോ സിനിമയിലൊക്കെ വരണം, അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളും കൂടിയാണ്. പക്ഷെ എന്നിട്ട് പോലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് അത് യൂസ് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജാസ്മിനെയും ഈ നോറേനെയൊക്കെ പോലെ തന്നെ ഒരാൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ്. പക്ഷെ ജിൻഡോയ്ക്ക് അത്രത്തോളം നന്നായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ഇന്ന്. അതേപോലെ തന്നെ നോറ അഭിഷേകായിട്ട് ചെയ്തതും ഋഷി ജിൻഡോ ആയിട്ട് ചെയ്തതും പിന്നെ നമ്മുടെ സിജോ ശ്രീതുമായിട്ട് ചെയ്തതും ഒക്കെ ഗംഭീരമായിട്ട് തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. എല്ലാവരും കിട്ടിയ അവസരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളാനും പറയേണ്ടതൊക്കെ പറയാനും ഒന്നും മടിച്ചുമില്ല. ഇപ്പം ശ്രീതുമായിട്ട് ചെയ്തിട്ടുള്ള സിജോ ഈ ക്യൂട്ട്നെസ്സിനെ പറ്റിയിട്ടും ഈ അർജുന്റെയും ശ്രീതുവിന്റെയും പിന്നെ കോംബോനെ പറ്റിയിട്ടും ഒക്കെ ഈ ഇതിൽ പരാമർശിച്ചിട്ട് അങ്ങ് പോകുന്നുണ്ട്. അതേപോലെ ജാസ്മിനും കിട്ടിയ അവസരത്തിൽ നന്നായിട്ട് സിജോയ്ക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. സിജോനെ ട്രോളാൻ കിട്ടിയിട്ടുള്ള ഒരവസരവും ജാസ്മിൻ കളഞ്ഞിട്ടില്ല. അർജുനും അതേപോലെ തന്നെ ടോട്ടലി ടാസ്ക് ഫുള്ള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചിരിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ ടാസ്കിൽ ഒരു സമയത്ത് സിജോയ്ക്ക് ചില ജാസ്മിൻ കാണിക്കുന്ന ചില രീതികളൊന്നും ഇഷ്ടപ്പെട്ടില്ല, ദേഷ്യം വന്നു. എന്നിട്ട് അർജുൻ്റെ അടുത്ത് പറയുന്നതായിരുന്നു, ഞാൻ അങ്ങനെ മുണ്ടൊന്നും പൊക്കിയിട്ടൊന്നും അല്ല നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ടായിരുന്നു. കാരണം അത്രയും ജാസ്മിൻ സിജോനെ വെച്ചിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ അഭിഷേക് ഋഷിയായിട്ട് ചെയ്തതില് ഋഷീന്റെ നടത്തവും സംസാരവും പിന്നെ ആ എടുത്തിയാട്ടവും ആറ്റിറ്റ്യൂഡും ഒക്കെ അതേപോലെ തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നോറ എപ്പോഴും നോറയ്ക്കായിരുന്നു കുറച്ചും കൂടി ഈസി എന്ന് തോന്നുന്നു. കാരണം എവിടെയെങ്കിലും പോയി കിടന്നിട്ട് നോറ അഭിഷേകമായിട്ടാണ് ചെയ്തത്. എപ്പോഴും എവിടെയെങ്കിലും പോയി കിടന്നിട്ട് എനിക്ക് മൂഡില്ല, എനിക്ക് മൂഡ് വരുമ്പോൾ ഞാൻ സംസാരിച്ചോളാം, ടാസ്ക് വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് വരാം എന്നൊക്കെ പറയുന്ന അഭിഷേകിന്റെ ആ രീതി തന്നെ ശ്രമിച്ചു കൊണ്ടുവരാനെങ്കിലും. പക്ഷെ അതില് ജിൻഡോയ്ക്കാണ് എനിക്ക് തോന്നിയത് ഇത് കണ്ടപ്പോഴത്തേക്കിനും ജാസ്മിന്റെ ഒരു രീതിയിലും ഉള്ളൊരു ആക്ഷൻസോ ഇതൊന്നും കൊണ്ടുവരാനായിട്ടുള്ളൊരു ഇത് വന്നില്ല എന്നുള്ളത്. ബാക്കിയുള്ളവരൊക്കെ മറ്റുള്ളവരെ ഇത്രയും ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഈ ടാസ്ക് വന്നപ്പോൾ മനസ്സിലായി. അപ്പൊ എല്ലാവർക്കും എല്ലാരെ പറ്റിയും ധാരണയൊക്കെ ഉണ്ട്. എന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൂടെ? അതില്ല. ഈ അഭിപ്രായമൊക്കെ നേരിട്ട് പറഞ്ഞൂടെ? അത് പറയത്തില്ല. ഇപ്പം പിന്നെ നോറ അഭിഷേകായിട്ട് നിന്നപ്പം അറിയാം നോറയ്ക്ക് അഭിഷേക് ഇന്ന രീതിയിലൊക്കെയാണ് പെരുമാറുന്നത്, ഇന്നതൊക്കെയാണ് അഭിഷേകിന്റെ ഇതെന്ന്. ഈ നോറയായിട്ട് നിന്നപ്പോ അർജുൻ അഭിഷേകിന്റെ അടുത്ത് സംസാരിക്കുന്നത് പിന്നെ അഭിഷേക് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടൊരു വാഴയാണെന്നാണ് എൻ്റെ ഒരു ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ ഒരു അവസരം വരുമ്പോൾ ഇവർക്ക് നേരിട്ട് പറഞ്ഞൂടെ അല്ലാതിരിക്കുന്ന സമയത്ത്? അത് പറയത്തില്ല. ഇങ്ങനെ ഒരു ടാസ്ക് വന്നപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടതൊക്കെ പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ബിഗ് ബോസും കൂടെ നോറേനെ ട്രോളാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നെന്ന് തോന്നുന്നു. കാരണം വീടിനകത്തുള്ള നോറേന്റെ പെർഫോമൻസ് മാത്രമല്ല, കൺഫെഷൻ റൂമിൽ നോറ എങ്ങനെയാണെന്നുള്ളതും കൂടെ കാണിച്ചു കൊടുക്കാനായിട്ട് അർജുൻ ഒരു അവസരം കൊടുക്കുകയാണ്. അതിൽ ബിഗ് ബോസിന് പറയാനുള്ളതും കൂടെ ഈ അവസരത്തിൽ ബിഗ് ബോസ് നോറേന്റെ അടുത്ത് പറയുന്നതാണ്. നോറ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. നോറ ഇവിടുത്തെ നല്ലൊരു മത്സരാർത്ഥിയാണ്. പതിവ് സ്ഥിരം നോറ കൺഫെഷൻ റൂമിൽ പോകുമ്പോഴത്തേക്കിനും ബിഗ് ബോസ് ആശ്വസിപ്പിച്ച് വിടുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതേപോലെ തന്നെ അർജുൻ്റെ അടുത്തും പറയാണ്. എന്നിട്ട് അവസാനം ശരി നോറ പോയി ലിപ്സ്റ്റിക് ഇട്ടിട്ടൊന്ന് സമാധാനിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് വിടുന്നുണ്ട്. അങ്ങനെ ഈ ടാസ്കിന്റെ അവസാനമായ സമയത്ത് ജയിൽ നോമിനേഷനും കൂടെ ചെയ്യാനായിട്ട് പറയാണ്. അതായത് ഇവർ ഇരിക്കുന്ന അതേ ക്യാരക്ടേഴ്സിൽ തന്നെ നിന്നിട്ട് ജയിൽ നോമിനേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ആദ്യം നോമിനേറ്റ് ചെയ്യാൻ വരുന്നത് നോറയാണ്. അപ്പൊ നോറേന്റെ പതിവ് സംസാര രീതി തന്നെ ഡേ 1 തൊട്ടുള്ള കാര്യങ്ങൾ, കരയുന്ന സമയത്താണേലും അല്ലാതെ സംസാരിക്കുമ്പോഴാണേലും ഡേ 1 തൊട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെച്ച് സംസാരിക്കുമല്ലോ.
അതേപോലെ തന്നെ അർജുൻ വന്നിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും വന്ന് പിന്നെ ഓരോരുത്തരെയായിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാണ്. ഇതിനിടയ്ക്ക് ഈ ഋഷിയുടെ പേര് ആരെങ്കിലും നോമിനേറ്റ് ചെയ്താലോ ഋഷിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ ഉള്ള ഋഷിയുടെ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് അഭിഷേക് അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഋഷീനെ സമാധാനിപ്പിക്കുന്നത് അഭിഷേകാണല്ലോ. അപ്പൊ അഭിഷേകായിട്ടുള്ള നോറ അതേപോലെ ഋഷീനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം അവര് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുത്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഏതൊക്കെ രീതിയിലാണ് അവിടെ പെരുമാറിക്കൊണ്ടിരുന്നത് അതേപോലെയൊക്കെ തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അവസാനം ബിഗ് ബോസും പറഞ്ഞു ഒന്നും പറയാനില്ല, എല്ലാവരും ഗംഭീരമായിട്ട് ടാസ്ക് ചെയ്തു എന്നുള്ളത്. ഈ സീസൺ 6 വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനത്തെ ടാസ്കുകളൊക്കെ ഇവര് ഇത്രയും നന്നായിട്ടൊക്കെ പെർഫോം ചെയ്യുന്നത്. പിന്നെ ടാസ്കിനിടയ്ക്ക് ചില ആൾക്കാർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ കുറച്ച് കയറ്റി പറഞ്ഞിട്ടുണ്ടാവും. അത് ഗെയിമാണ്, അങ്ങനെയും കൂടി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ടാസ്ക് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഇപ്പൊ സീസൺ 4 പിന്നെ ലക്ഷ്മിപ്രിയ ആയിട്ട് റിയാസ് ചെയ്ത സമയത്ത് ലക്ഷ്മിപ്രിയ അവിടെ ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളും റിയാസ് അവിടെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടോ അതല്ലേ അവരവിടെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതാണ് ഗെയിം. അല്ലാതെ അവർക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിന്റെ കുറെ പോസിറ്റീവ്സും പറഞ്ഞ് കുറെ നന്മയും പറഞ്ഞ് അത് മാത്രം വിളിച്ചു പറഞ്ഞ് നടക്കാൻ കഴിയില്ലല്ലോ. പിന്നെ വേണമെങ്കിൽ ഒരാളുടെ ക്യാരക്ടറിനെ വളരെ മോശമായിട്ട് വേണമെങ്കിൽ ചിത്രീകരിക്കാം. അങ്ങനെ ആരും ഏതായാലും ഈ ടാസ്കിൽ ചെയ്തിട്ടില്ല. എല്ലാവർക്കും അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടറിന്റെ നെഗറ്റീവ് എന്താണോ അത് മാക്സിമം അവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ഗെയിം കളിച്ചിട്ടുള്ളത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ സിജോ, ജാസ്മിൻ, അർജുൻ, നമ്മുടെ അഭിഷേക് ഒരു പരിധി വരെ. അത് ഫണ്ണായിട്ടാണെങ്കിലും ഇപ്പം ഋഷീനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണെങ്കിലും ആ രീതിയിൽ തന്നെ ഒരു മടി കൂടാതെ ഋഷി റിയാക്ട് ചെയ്യുന്ന രീതിയൊക്കെ പ്രസന്റ് ചെയ്യാനായിട്ട് അഭിഷേക് മടി കാണിച്ചില്ല എന്നുള്ളത് ഒരു തരത്തിലൊരു ഗെയിം തന്നെയാണ്. ബാക്കി ശ്രീതുവും ഋഷിയും ജിൻഡോയൊക്കെ അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ജസ്റ്റ് പ്രസന്റ് ചെയ്യാം എന്നുള്ളതല്ലാതെ അതിൽ കൂടെ ഒരു ഗെയിം കൊണ്ടുവരാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. അവർക്ക് കിട്ടിയത് ഇവര് അങ്ങനെ ചെയ്തു പോയി എന്നുള്ളതാണ്. അതിൽ ഋഷിയും ശ്രീതുവും പിന്നെ ശ്രമിച്ചെന്ന് പറയാം. പക്ഷെ ജിൻഡോയ്ക്ക് ഇപ്പൊ ജാസ്മിൻ പറയുന്ന ഒരു ഡയലോഗ് പറയാനോ ജാസ്മിന്റെ ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ടുവരാനോ ഒന്നും ജിൻഡോ ശ്രമിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഋഷിയും പിന്നെ ശ്രീതു അർജുനായിട്ടാണ്, ഋഷി ജിൻഡോ ആയിട്ടാണ്. അവർ രണ്ടുപേരും അവരുടെ കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ബോഡി ലാംഗ്വേജ് കൊണ്ടുവരാനും ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരാനും സംസാര രീതി കൊണ്ടുവരാനും ഒക്കെ അറ്റ്ലീസ്റ്റ് ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും ടാസ്ക് വളരെ മനോഹരമായിട്ട് അവർ ഫിനിഷ് ചെയ്തു. സീസൺ 6 വളരെ അപൂർവമായിട്ടുള്ള 1-2 ടാസ്കുകളാണ് ഇതുപോലെ ഫണ്ണായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയിട്ടുള്ള ടാസ്കുകൾ ഉള്ളത്. അതിലൊന്നായിട്ട് ഇത് കണക്കാക്കാം.